ഹലോ! ഇന്നെന്റെ ഒരു ഫേസ് പാക്കാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 3 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. എന്റെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആകുന്നതിനും, പിമ്പിൾസ് എല്ലാം പോയി നല്ലൊരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരുന്നതിനും വളരെ ഹെൽപ്പി ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. വെറും 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് ചില ഇൻഗ്രീഡിയൻസ് കൂടി ഉൾപ്പെടുത്തി കൂടുതൽ എഫക്റ്റ് നിങ്ങളുടെ ഫേസിൽ കൊണ്ടുവരാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടി ഞാൻ പറയാം. ഇനി നമുക്ക് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിന്റെ റിസൾട്ട് എത്രമാത്രം ഉണ്ട് എന്ന് നോക്കാം. ഒരു മുട്ട എടുക്കുക. അതിൻ്റെ മഞ്ഞഭാഗം മാറ്റിയ ശേഷമുള്ള വെള്ളഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് കടലമാവ് ചേർക്കുക. ഞാൻ ഇവിടെ 2 സ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട്. അത് നമ്മുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ആഴ്ചയിൽ 3 ടൈംസ് ഉപയോഗിക്കാറുള്ളത്. ഈ മിക്സ് മുഖത്തിടുന്നതിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ചോ ഫേസ് വാഷ് ഉപയോഗിച്ചോ മുഖം നന്നായി വാഷ് ചെയ്യുക. മുട്ടയുടെ വെള്ളയും കടലമാവും ചേർന്ന ഈ ബേസിൻ്റെ കൂടെ തക്കാളി പേസ്റ്റ്, അരിപ്പൊടി, തൈര്, കോഫി പൗഡർ എന്നിങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഒരു ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, കാരണം 2 ഭാഗത്തെയും ഷെയ്ഡ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്തും കഴുത്തും ഒരുപോലെ ഇടണം. പിന്നെ കണ്ണിന്റെ മുകൾ ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല, കാരണം ഇത് ഡ്രൈ ആവുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വലിഞ്ഞു മുറുകുന്നതിന് കാരണമാവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കണ്ണിന്റെ മുകൾ ഭാഗത്ത് ഉപയോഗിക്കരുത്. മുഖത്തും കഴുത്തും മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി ഇത് ഡ്രൈ ആവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വാഷ് ചെയ്യാം. പാക്ക് വാഷ് ചെയ്യുമ്പോൾ ഫേസ് വാഷോ സോപ്പോ ഉപയോഗിക്കാൻ പാടില്ല. നന്നായി വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കാണാവുന്നതാണ്. നെറ്റിയുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഫേസ് പാക്ക് ഇട്ട ഭാഗത്ത് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഫ്രഷ്നെസ് എൻ്റെ മുഖത്ത് കൊണ്ടുവരാൻ ഈ ഫേസ് പാക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്